ഇതുവരെ കാർന്ന് തിന്നുകൊണ്ടിരുന്ന ഒരു ക്യാൻസർ പോലുള്ള ഒരു സാധനമാണ് ഇന്ന് പാർട്ടി മുറിച്ചു മാറ്റിയിട്ടുള്ളത്. പനങ്കൂമ്പിന്റെ കാര്യമൊക്കെ അവിടെ പറയുന്നത് കേട്ടു. പാലക്കാട് ഏരിയ സെക്രട്ടറി പനങ്കൂമ്പ് കൊണ്ടുപോയി കൊടുത്തു എന്ന രൂപത്തിലൊക്കെ. ഞാൻ അങ്ങനെ പോയിട്ടില്ല. ഞാൻ ഒരു പനങ്കൂമ്പ് കൊണ്ടും പോയിട്ടില്ല. അത് പറഞ്ഞ കാര്യം ശരിയാണ്. നാട്ടിൽ എന്തെങ്കിലും കാണുമ്പോഴേക്ക് അത് അയാളുടെ വീട്ടിലെത്തണം. നമ്മൾ ഏതൊരു വസ്തു നാട്ടിലുണ്ടോ ആ വസ്തു അവിടെയുള്ള ആളുകളെ, അവിടെയുള്ള മൂപ്പരറിയാവുന്ന പരിചയക്കാരെ ഉപയോഗിച്ച് മൂപ്പരുടെ വീട്ടിലെത്തിക്കുക. മൂപ്പരുടെ അമ്മയ്ക്ക്, മൂപ്പരുടെ ഭാര്യയ്ക്ക്, മൂപ്പരുടെ മക്കൾക്ക് അത് ഉപയോഗിക്കണം. അയാളുടെ സ്ഥാവര ജംഗമ സ്വത്തുക്കളിൽ നിന്ന് ഒരു പൈസ പോലും ചെലവഴിക്കാതെ നാട്ടുകാരുടെ പണം കൊണ്ട്, അനർഹമായ പണം കൊണ്ടാണ് അദ്ദേഹം ജീവിതം ഈ നാള് വരെ ഉപയോഗിച്ച് മുന്നോട്ട് വന്നിട്ടുള്ളത്. അതിനൊരു അവസാനമായി. ഇവിടുത്തെ പാർട്ടി രക്ഷപ്പെട്ടു എന്നുള്ളതാണ് ഞങ്ങൾക്ക് പറയാനുള്ളത്. അവസാനിച്ചു. ആ ചാപ്റ്റർ ക്ലോസ്ഡ് ആണ്. മണ്ണാർക്കാട്ടെ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയെ സംബന്ധിച്ച് ഞങ്ങൾക്ക് ചെറിയ ഒരു പോറൽ പോലും ഏൽക്കില്ല. വലിയ മുന്നോട്ട് പോക്കിന് പ്രചോദനമാവും ഈ പാർട്ടിയിൽ നിന്ന് അദ്ദേഹം പുറത്തു പോകുന്നത്. പണ്ട് ഇപ്പൊ ഞങ്ങളുടെ പാർട്ടിയുടെ ജില്ലാ കമ്മിറ്റി അംഗമായ സഖാവ് ഗോകുൽദാസ് പണ്ട് പറഞ്ഞിട്ടുണ്ട്, PK ശശി നടന്നുപോയ വഴിയിൽ കമ്മ്യൂണിസ്റ്റ് പച്ച പോലും മുളക്കില്ല എന്ന് വർഷങ്ങൾക്ക് മുമ്പ് ഞങ്ങൾ പാർട്ടി ജില്ലാ കമ്മിറ്റി അംഗമായിട്ടുള്ള സഖാവ് ഗോകുൽദാസ് പറഞ്ഞിട്ടുള്ളതാണ്. ശരിയാണ്. അതൊക്കെ ശരിയായിരുന്നു. അതൊക്കെയാണ് കാലം തെളിയിച്ചിരിക്കുകയാണ്. ഒരുപാട് ആളുകൾ ഇവിടെ മണ്ണാർക്കാട്ടെ പാർട്ടിക്കകത്ത് അതിന്റെ പിന്നിട്ട നാൾവഴികൾ എടുത്ത് പരിശോധിച്ച ഒരുപാട് വിഭാഗീയതയും സംഘടനാ പ്രശ്നങ്ങളും ഒക്കെ നടന്നിട്ടുണ്ട്. ഇതിന്റെ എല്ലാം ഒരു ഭാഗത്ത് ശശിയാണ്. ഒരു ഭാഗത്ത് ശശിയാണ് നേതൃത്വം കൊടുക്കുന്നത്. ശശി അല്ലാതെ മറ്റൊരാളും ഉയർന്നു വരാൻ പാടില്ല എന്ന ബോധം വെച്ചു. അത് മാത്രമല്ല, സാമ്പത്തികമായ അരാജകത്വം, നിരവധിയായ പ്രശ്നങ്ങളുണ്ട്. പാർട്ടി ഫണ്ട് പറഞ്ഞ സാധാരണ CPIM-നെ സംബന്ധിച്ച് ഞങ്ങളുടെ പാർട്ടിയുടെ ഫണ്ടുകൾ, പ്രവർത്തന ഫണ്ട് സമാഹരിക്കുന്നതെല്ലാം പാർട്ടിയുടെ അക്കൗണ്ടിൽ സെക്രട്ടറിമാരാണ് കൈകാര്യം ചെയ്യുക. ഇവിടെ അന്നത്തെ ഏരിയ സെക്രട്ടറി UT രാമകൃഷ്ണൻ മാഷ്ട കള്ള ഒപ്പിട്ടിട്ട് പണം അടിച്ചു മാറ്റി. ഈ ശശിയെ നടപടിക്ക് വിധേയനാകുന്നതിന്റെ മുമ്പ് പാർട്ടി കൊടുത്ത പരാതിയിൽപ്പെട്ട ഏറ്റവും പ്രധാന ഒന്നാണ് പാർട്ടി ഫണ്ട് അടിച്ചു മാറ്റിയ കള്ളൻ PK ശശി നായാടിപ്പാറ ബ്രാഞ്ചിൽ നിന്ന് പുറത്താക്കി. അത് ഇന്ന് പാർട്ടിയുടെ ജില്ലാ സെക്രട്ടറി തന്നെ തീരുമാനം ഔദ്യോഗികമായി പ്രഖ്യാപിച്ചിട്ടുണ്ട്. പാർട്ടിയുടെ പ്രാഥമിക അംഗത്വത്തിൽ നിന്ന് പുറത്താക്കിയതായിട്ടുള്ള വിവരം പാർട്ടിയുടെ ജില്ലാ സെക്രട്ടറി ഇന്ന് തിരുവനന്തപുരത്ത് വെച്ച് വാർത്താ സമ്മേളനം നടത്തി പത്രക്കാരോട് പറഞ്ഞിട്ടുണ്ട്. വ്യക്തിപരമായ ചില പരാമർശങ്ങള് തരംതാണ രീതിയിൽ, ശശി ഒരു വലിയ മഹാൻ എന്ന രൂപത്തിലാണല്ലോ നിങ്ങളൊക്കെ കൊട്ടിഘോഷ് നടന്നിട്ടുണ്ടായിരുന്നത്. PK ശശി എന്താണ് എന്നുള്ളത്, അയാളുടെ മനസ്സിന്റെ ഉള്ളിലുള്ള അടിഞ്ഞു കൂടിയിട്ടുള്ള ദുർഗന്ധം പുറത്തേക്ക് വരുന്ന ഒരു കാഴ്ചയാണ് ഇന്ന് പാലക്കാട് കണ്ടിട്ടുള്ളത്. സാധാരണ ഒരാളും എത്ര രാഷ്ട്രീയ ശത്രുവാണെങ്കിലും നമ്മൾ വ്യക്തിപരമായ ഏത് അറ്റം വരെ പോവാം എന്ന ചില പരിമിതികളൊക്കെ നോക്കണം. അതൊക്കെ വെച്ചുകൊണ്ടാണ് സാധാരണ വർത്തമാനം പറയാറുള്ളത്. പക്ഷെ ശശി എന്ന് പറയുന്ന ഒരു സെപ്റ്റിക് ടാങ്ക്, അതിന്റെ ഉള്ളിൽ നിന്ന് പുറത്തു വരാവുന്ന എല്ലാ ദുർഗന്ധവും ഇന്ന് പാർവതി കല്യാണ മണ്ഡപത്തിൽ നിന്ന് വന്നിട്ടുണ്ട്. അത് കേരളത്തിന്റെ പൊതുസമൂഹം കണ്ടുകൊണ്ടിരിക്കുകയാണ്. മണ്ണാർക്കാട്ടെ പാർട്ടിയെ നാളിതുവരെ കാർന്ന് തിന്നുകൊണ്ടിരുന്ന ഒരു ക്യാൻസർ പോലുള്ള ഒരു സാധനമാണ് ഇന്ന് പാർട്ടി മുറിച്ചു മാറ്റിയിട്ടുള്ളത്. മണ്ണാർക്കാട്ടെ പാർട്ടിയുടെ ബഹുജന അടിത്തറ വിപുലപ്പെടുന്നതിനും വർഷങ്ങളായി ഇങ്ങനെ അവഗണിക്കപ്പെട്ട് കിടന്നിരുന്ന ആയിരക്കണക്കിന് കമ്മ്യൂണിസ്റ്റുകാർ ഉയർത്തെഴുന്നേറ്റ് ഈ പാർട്ടിയെ സംരക്ഷിക്കുന്നതിനും പാർട്ടിയുടെ ബഹുജനാടിത്തറ വിപുലപ്പെടുത്തുന്നതിനും ഉയർന്നു വരും മണ്ണാർക്കാട് പാർട്ടി വലിയ ബഹുജന പിന്തുണയോടുകൂടി ഇതിനെല്ലാം അതിജീവിക്കും. ഞങ്ങൾ ഫലത്തിൽ കഴിഞ്ഞ ഏകദേശം 2 വർഷത്തോളമായി, 1.5 വർഷത്തോളമായി ശശി ഇല്ലാതെ തന്നെയാണ് മണ്ണാർക്കാട്ട് സംഘടനാ പ്രവർത്തനം നടത്തിക്കൊണ്ടിരിക്കുന്നത്. ശശി ഇപ്പൊ പോയത് ഞങ്ങൾ ഒരു തരത്തിലും സന്തോഷമല്ലാതെ ഒരു ആശങ്കയും ശശിയുടെ ഇന്നത്തെ ഈ പോക്കിനെ സംബന്ധിച്ച് മണ്ണാർക്കാട്ടെ പാർട്ടിക്ക് ഇല്ല. കഴിഞ്ഞ 1.5 കൊല്ലമായി ശശി ഇല്ലാതെയാണ് ഞങ്ങൾ ഇവിടെ സംഘടനാ പ്രവർത്തനം നടത്തി മുന്നോട്ട് പോയിട്ടുള്ളത്. കുറച്ച് കാലങ്ങളായി അത്. ഒരാളെ പോലും നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ ജില്ലയിൽ മണ്ണാർക്കാട് ഏരിയയിൽ നിന്ന് ഒഴികെ ഒട്ടേറെ നേതാക്കന്മാർ വളർന്നു വന്നിട്ടുണ്ട്. സംസ്ഥാന അടിസ്ഥാനത്തിൽ വലിയ ലീഡർമാരായി അവർ മാറിയിട്ടുണ്ട്. ഈ മണ്ണാർക്കാട് ഏരിയയിൽ നിന്ന് വളർന്നു